ബാരപ്പെട്ടിയിൽ കള്ളുഷാപ്പിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഷാപ്പ് അടച്ചു പൂട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് ജനകീയ കൂട്ടായ്മ. ആവശ്യമായ അനുമതിയോ രേഖകളോ ഇല്ലാതെ കെട്ടിടം ഉപയോഗിക്കുന്നു എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന മൈലൂർ തടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിൽ പ്രവർത്തനം ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. എനിക്ക് ഈ ഷാപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഈ വീടിൻ്റെ ഈ ഷാപ്പ് തുടങ്ങാനുള്ളൊരു ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഒരു ലൈസൻസിന് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ആരാണോ, ആ ഉദ്യോഗസ്ഥൻ എന്തിൻ്റെ പേരിലാണോ ഇത് ലൈസൻസ് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആര് വന്ന് കണ്ടാലും ആ ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, പേടിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. പഞ്ചായത്തിൽ നിന്ന് വന്നവർ പറഞ്ഞു അത് ഇൻഷുറൻസ് ഉള്ളവർ മാത്രമേ അതിനകത്ത് കയറാൻ പറ്റുള്ളൂ കേട്ടോന്ന്. അതേ രീതിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീടാണ്, ആ വീട്ടിലേക്കാണ് ഈ ഷാപ്പ് വന്നിരിക്കുന്നത്. അത് വന്നതും ഒരു 90 വയസ്സായ മനുഷ്യനെ കൊണ്ട് ഒപ്പിടിച്ച്, അത് വെള്ള പേപ്പറിൽ ഒപ്പിടിച്ചെന്നാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ അത്രയും പ്രായമായ ഒരാളെ കൊണ്ട് ഒപ്പിടിയിക്കണമെങ്കിൽ അതിൻ്റെ സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു മക്കളെ കൂടി പറഞ്ഞ് അനുവാദം മേടിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ പറയും കൂടെ ആൾ വേണമെന്ന്. ഇത്രയും ഒരു പ്രായമായ മനുഷ്യനെ കൊണ്ട് ഒരു ഒപ്പിടിയിക്കണമെങ്കിൽ എന്തുകൊണ്ട് അതിന് മക്കൾ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല? ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും പ്രായമായ മനുഷ്യനാണ്, ഇവരെക്കൂടെ മക്കളെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ ഈ ഷാപ്പ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ, ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ അമ്മമാർ മാത്രം താമസിക്കുന്ന ഓരോ ആളുകളും മാത്രം താമസിക്കുന്ന വീടുകളാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചിലപ്പോൾ അതും ഇവിടെ പ്ലൈവുഡ് കമ്പനികളാണ് തൊട്ട് ചേർന്ന് ഒത്തിരി പ്ലൈവുഡ് കമ്പനി 10,000-2,000 ഭായിമാരുണ്ട്. അവർ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഈ അമ്മമാരും അതുമോണം പള്ളിക്കൂടത്തിൽ പോണ പിള്ളേരാണ് തൊട്ടടുത്തുള്ള വീടുകളിൽ വയസ്സായി കിടക്കണ അമ്മമാരെ നോക്കാൻ പോവോ അതോ പിള്ളേരെ നോക്കാൻ പോവോ? ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അമ്മയുടെ വിഷമം മനസ്സിലാവണമെങ്കിൽ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ മക്കളും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവും. ആരാണ് കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും ഇതിനുള്ളൊരു എന്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ ലൈസൻസ് കൊടുത്തതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പ്രദേശത്തിന്റെ സമാധാനം തകർക്കുമെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും നാട്ടുകാർ പറയുന്നു. പ്രദേശത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ദിവസേന ഇവിടെ എത്തുന്നുണ്ട്. ഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ കൂടുതൽ ആളുകൾ ഇവിടെ എത്തുകയും മദ്യപാനവുമായി ബന്ധപ്പെട്ട് അക്രമങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും വർദ്ധിക്കുമെന്നും ആണ് നാട്ടുകാരുടെ ആശങ്ക. പകൽ സമയങ്ങളിൽ പല വീടുകളിലും പ്രായമായ സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാകാറുള്ളതെന്നും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഇത് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ നമ്മൾ എക്സൈസിൽ നമ്മൾ വിവരാവകാശം വെച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ 50 തെങ്ങ് ചെത്തുണ്ടെന്ന് പറഞ്ഞാണ് നമുക്ക് അതിനകത്ത് പേപ്പറിൽ കിട്ടിയത്. പക്ഷേ ഈ ചുറ്റുപാടിൽ പറഞ്ഞ അഡ്രസ്സുകൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല, അങ്ങനെ തെങ്ങ് ചെത്തണില്ല എന്നുള്ളൊരു ഇതാണ് നമുക്ക് നിലവിൽ കിട്ടിയേക്കുന്നത്. ഇത് എക്സൈസും പോലീസും ഈ സാധനത്തിൽ കൂട്ടി നിന്നാണ് ഈ സാധനത്തിൽ ലൈസൻസ് കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് ഈ സാധനം എങ്ങനെ വരും നിങ്ങളും കൂടി പറ. കാരണം ഈ സാധനത്തിൽ ബിൽഡിങ്ങും കാര്യങ്ങളും നിങ്ങൾ കാണുന്നതല്ലേ. ഇതിനകത്തൊരു ബാത്റൂമോ ഇതിനകത്ത് കാര്യങ്ങളോ അല്ലാണ്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഈ സാധനത്തിൽ ലൈസൻസ് കൊടുക്കുന്നു നമുക്ക് നാട്ടുകാർക്ക് അറിയണ്ടേ? ഇതൊന്നും ഒരു ഇതില്ലാതെ നിലവിൽ ചുറ്റുപാട് ഭായിമാരും ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ വഴിക്ക് ഇറങ്ങാനേ പറ്റില്ല. അതുപോലത്തെ അവസ്ഥകളാണ്. തൊട്ടടുത്തുള്ള അയലുകൾ മക്കൾ പുറത്ത് നിന്ന് CCTVയിൽ കാണുമ്പോഴാണ് ഇവിടെ നാട്ടിൽ ഇങ്ങനൊരു വിഷയവും ഭായിമാർ തൊട്ട് ഫ്രണ്ടിൽ വീടിൻ്റെ പുറകളിൽ നിൽക്കുന്നതും എല്ലാം കാണുന്നത്. ഇത് മക്കൾ വിളിച്ച് പറഞ്ഞാൽ പോലും അവർക്ക് ഇറങ്ങി നമുക്ക് നിലവിൽ നമ്മളിങ്ങനെ പ്രതിഷേധം ചെയ്തപ്പോൾ ഇവർ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ ഇവർക്ക് ലൈസൻസും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പേപ്പർ മേടിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ പോലീസുകാർ ഇവിടെ വന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് നാളെ പുറത്തേക്ക് പോകാനുള്ളതല്ലേ, നിങ്ങൾക്ക് ഉള്ളതല്ലേ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. കാരണം നാട്ടുകാർ ഇവർ പേടിപ്പിച്ച് വെച്ചേക്കാണ്. എക്സൈസുകാർ പറയുന്നത് നമുക്ക് ഇതിൻ്റെ എല്ലാ പേപ്പറും ഉണ്ട്, നമുക്കിത് അങ്ങനെ റദ്ദാക്കാൻ പറ്റില്ല. റദ്ദാക്കി കഴിഞ്ഞാൽ നമുക്കെതിരെ ഈ ഷാപ്പുകാർ നമുക്കെതിരെ പരാതി കൊടുത്ത് ഞങ്ങൾ ഹൈക്കോടതി കയറി നിൽക്കണം എന്നുള്ള അവസ്ഥയിലാണ് അവർ പറയുന്നത്. അവരവരുടെ ഭാഗം പൂർണ്ണമായിട്ട് അവർ ഒഴിവാക്കി. കാരണം അവർക്ക് അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം ഇവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ എക്സൈസുകാരെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കും. അപ്പോൾ അവർ കോടതി കയറി നിൽക്കണം. അങ്ങനെ നമ്മൾ
ജോയിൻറ്റ് കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷണറെയും ഡയറക്റ്റ് ഈ വെല്ലുപ്പനെയും കൊണ്ട് നമ്മൾ പോയി എല്ലാ കാര്യവും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാവുന്ന എല്ലായിടത്തും നമ്മൾ മാക്സിമം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേ ഇതിന് ഒരു തീരുമാനം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അതിനാൽ ജനവാസ മേഖലയിലെ ഷാപ്പിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പഞ്ചായത്തിന്റെ ആവശ്യമായ അനുമതിയോ രേഖകളോ ഇല്ലാതെയാണ് കെട്ടിടം ഉപയോഗിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രദേശ് പറഞ്ഞു. കൊമേഴ്സ്യൽ ആവശ്യത്തിനായി കെട്ടിടത്തിന് അനുമതി നൽകിയിട്ടില്ലെന്നും താമസയോഗ്യമല്ലാത്ത ഈ കെട്ടിടം ഷാപ്പായി പ്രവർത്തിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇന്ന് ഈ ഷാപ്പ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മൈലൂർ തടത്തിൽ മറ്റൊരു ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു ഷാപ്പ് ഒരു സുപ്രഭാതത്തിലാണ് മംഗലത്ത് അയ്യപ്പൻ എന്നയാളുടെ വീട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പഞ്ചായത്തിൻ്റെ രേഖകളിലെല്ലാം റെസിഡൻഷ്യൽ പർപ്പസ് മാത്രം, താമസത്തിന് മാത്രം ഉപയോഗിക്കാൻ നമ്മൾ അനുവദിച്ചിരിക്കുന്ന ഒരു വീടാണ് 375 നമ്പർ, ഇപ്പോഴത്തെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൻ്റെ അതിർത്തിയിലുള്ള ഈ ഒരു വീട്. പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ അനുമതിയും നേടാതെയും ഈ ഒരു താമസത്തിന് മാത്രം സാധ്യമാകുന്ന ഈ ഒരു വീട് കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് മാറ്റുകയൊന്നും ചെയ്യാതെയാണ് എക്സൈസ് മറ്റു യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെയാണ് ഈ വീട് ഇന്ന് ഷാപ്പിനായി ലൈസൻസ് അനുമതി നൽകിയിട്ടുള്ളത്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി ഇതിലിടപെടുകയും ആദ്യമേ തന്നെ നമ്മൾ എക്സൈസിനും വീട്ടുടമയ്ക്കും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് നൽകുകയുണ്ടായി. ഈ വീട് താമസത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, ഷാപ്പ് പോലെയുള്ള ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ നോട്ടീസ് നൽകിയിരുന്നു. അതിനുശേഷം പഞ്ചായത്ത് ഒരു അടിയന്തര കമ്മിറ്റി ചേരുകയും എല്ലാ ഭരണസമിതി അംഗങ്ങളും ഇത് ചർച്ച ചെയ്യുകയും അതിൽ നിന്ന് ഒരു പ്രമേയം പാസ്സാക്കി ബന്ധപ്പെട്ട എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ നാളിതുവരെ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നോ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ നമുക്ക് വേണ്ട നടപടികൾ യാതൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ഷാപ്പ് ഉടമയുടെ ചട്ടുകമായി മാത്രം പ്രവർത്തിക്കുന്ന ഈ എക്സൈസ് പോലീസ് അധികാരികൾക്കും അംഗങ്ങൾക്കും എതിരെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഇന്ന് ഇത്രയും കൂടിയിരിക്കുന്ന ഈ ജനങ്ങളോടൊപ്പം ചേർന്ന് ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഷാപ്പ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഉടമയായ 89-കാരനായ വാരപ്പെട്ടി മംഗലത്ത് അയ്യപ്പനും സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. താമസ ആവശ്യത്തിനായി മാത്രമാണ് കെട്ടിടം വാടകയ്ക്ക് നൽകിയതെന്നും കള്ള് ഷാപ്പ് ആരംഭിക്കാനാണെന്ന് അറിയിച്ചിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതീവ ജീർണാവസ്ഥയിലുള്ള കെട്ടിടമാണ് ഷാപ്പായി ഉപയോഗിക്കുന്നത്. ഏതു നിമിഷവും തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന സംശയവും പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നു. ഇവിടെ കയറ്റില്ല. ഇവിടെ ഞങ്ങൾ 5 പേർക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു. കാര്യം കൂലിപ്പണി ഉണ്ടാക്കിയതാണ്. കൂലിപ്പണി അല്ലാതെ ഇവിടെ കിടക്കാനാണെന്നുണ്ട് എന്നെ ഒപ്പിടിച്ച് വാടകയ്ക്ക്. ആ 2 പേരൊന്നും പറഞ്ഞില്ല. 2 വെള്ളക്കടലാസ് ഒപ്പിട്ടു, 3 ഒപ്പിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അതിൻ്റെ ശരി പത്രം കൊണ്ട് വന്നേക്കാന്നും പറഞ്ഞു. ചോദിക്കാൻ നേരമായി. പിന്നെ 10-15 ദിവസം കഴിഞ്ഞാൽ ഇവരെ കാണുന്നത്. ഇവിടെ കള്ള് കൊണ്ടുവന്നായിരിക്കും. ഇപ്പം ഇവിടെ നാളെ വിട്ടു ഞാൻ ഇവിടെ വന്നപ്പോൾ അറിയണേ. 10 പൈസ വെച്ചിട്ടില്ല. ഒരൊറ്റ പൈസ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ എനിക്ക് പറ്റുകയും ചെയ്തേനെ. ഇവർ കാല് പിടിച്ച് വിളിച്ചു, വാരപ്പെട്ടിക്ക് പോവാ, കള്ള് കുടിക്കുക, ഇറച്ചി മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു എന്നോട്. എനിക്ക് ഇറച്ചി വേണ്ട, കള്ളും വേണ്ട, അങ്ങനത്തെ സാധനം ഞാൻ കഴിച്ചിട്ടില്ല. കാശുണ്ടെങ്കിൽ മേടിച്ചു കഴിക്കും, കഴിച്ചില്ല യാതൊരു കുഴപ്പമില്ല അതും പറഞ്ഞു. ഞാൻ ഇത്രയും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അയാൾ പോവുകയും ചെയ്തു. ഈ പത്രം കൊണ്ട് വന്നേക്കാം, അന്നത്തെ ശരിക്കും ഒപ്പ് ഇട്ടാൽ മതി എന്നും പറഞ്ഞാൽ വിട്ടു പോയി. അത്രയും കാര്യം എനിക്കറിയാം. ഇവർ ചോദിക്കാൻ അയ്യപ്പിനെ കാണുന്നില്ലല്ലോ, അയ്യപ്പിനെ കണ്ടിട്ടില്ല, അയ്യപ്പിനെ ഇതിൽ നടക്കണ്ട് വിളിച്ചും മറിച്ചും. അധികാരിയോട് എനിക്ക് സാധനം ഒഴിവാക്കി തന്നെ. ഷാപ്പുടമയ്ക്ക് പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഇതാണ് നടപടികൾ വൈകാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം കോതമംഗലം MLA ഷിബു തെക്കുംപുറം സ്ഥലം സന്ദർശിച്ച് നാട്ടുകാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിഷയം ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഷാപ്പിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് MLA ഉറപ്പു നൽകിയതായും അതിനാലാണ് ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രതീക്ഷയെന്നും ജനകീയ കൂട്ടായ്മ അറിയിച്ചു. കൃത്യമായ തീരുമാനമായിട്ട് മുന്നോട്ട് പോകും. ഷാപ്പ് നിർത്താനുള്ള എല്ലാ നടപടിയും നമ്മൾ സ്വീകരിക്കും. പഞ്ചായത്ത് നമ്മളോട് ബാക്കി
എല്ലാ ജനപ്രതിനിധികളും നമ്മളൊപ്പം മന്ത്രിയുമായി നമ്മൾ ബന്ധപ്പെട്ട് നമുക്ക് തീരുമാനമുണ്ടാക്കാം. നമുക്ക് അടിയന്തര സ്റ്റേ എങ്കിലും നമുക്ക് ഇതിന് മേടിക്കാം. കാരണം എല്ലാവരും ജോലിക്കാരും എല്ലാവരും കൂലിപ്പണിക്കാരും എല്ലാവരും ഇതിന്റെ ചോദ്യം ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് വേണ്ട നിയമവശങ്ങളൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കേസ്. നമ്മൾ നിയമവശമായിട്ട് പോകാൻ നോക്കിയാണ് നമുക്ക് മൈലൂർ മാത്യു ജോസഫിന്റെ പേരിലാണ് ഷാപ്പിന്റെ ലൈസൻസ് ഉള്ളതെന്നാണ് ലഭ്യമായ വിവരം. കള്ള് ഷാപ്പ് അടച്ചു പൂട്ടുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.